അസ്സലാമലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഒന്ന് സൗദിയിലെ പ്രവാസികൾ വീണ്ടും ഓർക്കട്ടോ. സൗദിയിൽ പ്രവാസിയായിട്ട് ഒരുപാട് ആൾക്കാർ ജോലിയുണ്ട്, ഞാനടക്കം. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്കൊക്കെ ടെക്സ്റ്റ് മെസ്സേജിലേക്ക് ഇങ്ങനെ മെസ്സേജ് വരും. ഓരോ ദിവസവും ഫുഡിൻ്റെ ഓഫറായിട്ടുള്ള വരും, ഇലക്ട്രോണിക്സ് ഓഫറായിട്ട് വരും, വാഹനങ്ങളുടെ ഓഫർ വരും. അങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള പല തരത്തിലും വരും. നമ്മളിതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മുടെ ജോലി സംബന്ധമായിട്ടല്ലാത്ത ഒരു ടെക്സ്റ്റ് മെസ്സേജ് നമ്മൾ ഓപ്പൺ ആക്കണ്ട. പലതരത്തിലുള്ള ലിങ്കുകൾ വരും. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഏതെങ്കിലും ഓക്കാക്കി പോയാൽ നമ്മൾ പർച്ചേസ് ആയിട്ട് ഉള്ള മെസ്സേജ് വരും. പിന്നെ നമുക്ക് കോടതിയിൽ നിന്ന് മെസ്സേജ് വരും, കേസായിട്ടും. പിന്നെ പിന്നെ നമ്മൾ ട്രാവൽ ബാൻ ആവും. പലതരത്തിൽ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള എം ഒയിൽ നിന്ന് വരുന്ന മെസ്സേജ് അല്ലാത്ത ഒരു മെസ്സേജ് നമ്മൾ നോക്കണ്ട. നമുക്ക് എം ഒയിൽ നിന്ന് മെസ്സേജ് വരികയാണെങ്കിലും ശരി, നമ്മുടെ സ്പോൺസറോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ എന്താണ് സത്യാവസ്ഥ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ അതിനെ മുന്നോട്ട് നീങ്ങുക. അല്ലാത്ത ഒരു മെസ്സേജ് നമ്മൾ നോക്കണ്ട, ലിങ്ക് ഓപ്പൺ ആക്കണ്ട. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും അമർത്തി പോയാൽ നമ്മൾ പർച്ചേസ് ആയിട്ട് കേസ് വരും. ഇപ്പോൾ ഇന്ന് ഒരാൾ വിളിച്ചു, 7000 ചില്ലാനം രൂപ റിയാൽ അദ്ദേഹത്തിന് പർച്ചേസ് ആയിട്ടാണ് കേസ് വന്നത്. അയാൾ അറിയ പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറിയാത്ത ഒരാൾക്ക് ഒ ടി പിയും പറഞ്ഞു കൊടുക്കണ്ട, ഇക്കാമ നമ്പർ പറഞ്ഞു കൊടുക്കണ്ട, ഫോൺ നമ്പറും വേണ്ട. നിങ്ങൾ ഒരു ലിങ്കും ഓപ്പൺ ആക്കണ്ട, ദയവ് വിചാരിച്ച്. പിന്നെ നിങ്ങൾ കേസായി ട്രാവൽ ബാനായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഇല്ലാത്ത കാശ് പിന്നെ ഉണ്ടാക്കേണ്ട അവസ്ഥയിലൊക്കെ എത്തും. മറക്കണ്ട, ഒരു ലിങ്കും നിങ്ങളറിയാത്തൊരു ലിങ്കും നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജിൽ വന്നാൽ നിങ്ങൾ ഓപ്പൺ ആക്കണ്ട. നിങ്ങൾ ജോലി സംബന്ധമായ കാര്യങ്ങൾ മാത്രമുള്ള എം ഒ എന്ന് വരുന്ന മെസ്സേജ് മാത്രം നോക്കിയാൽ മതി. അതും സ്പോൺസറുമായി ബന്ധപ്പെട്ടും കമ്പനി ബന്ധപ്പെട്ട് മറക്കണ്ട. എൻ്റെ സംശയം കേൾക്കാം. അസ്സലാമു അലൈക്കും.